ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഗീസ് കിച്ചൺ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു തോരൻ ഉണ്ടാക്കാം. ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കാം. അത് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ്, പിന്നെ അതിലേക്ക് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളി ഇല്ലെങ്കിൽ കുറച്ച് സവോള ഇട്ടാലും മതി. ഒരു 4-5 ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കരിവേപ്പില, കുറച്ച് നാളികേരം ചെരുകിയത്. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഇപ്പോൾ തോരൻ ഉണ്ടാക്കാൻ ഒരു പാൻ എടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത് മൂന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇപ്പോൾ സോട്ട് ആവണമെന്നില്ല, കാരണം ഇപ്പൊ തന്നെ നമുക്ക് ക്യാരറ്റ്, പിന്നെ ബീൻസ്, ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് വാടി വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ആയിക്കോളും. ചെറുള്ളി, ബീൻസും ക്യാരറ്റും എല്ലാം ഒന്ന് ഒരുമിച്ച് തന്നെ ഇതില് വെന്ത് വന്നോളും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ആവാണ്ട്. ഇതിപ്പോൾ അടി പിടിക്കുന്ന കുറച്ച് നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു തരി വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വയ്ക്കാം. നമുക്ക് നോക്കാം. ബീൻസും ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ചുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നാളികേരം ചെറിയത് എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് ഇതിന്. നമ്മുടെ ബീൻസും ക്യാരറ്റ് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.